ഹായ് എവ്രി വൺ. ഇന്ന് നമ്മളൊരു ന്യൂ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചാനലിൽ ഇതുവരെ നമ്മൾ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ അപ്ഡേറ്റ്സും അതെങ്ങനെ പഠിക്കണം, ടോപ്പിക് സെലക്ഷൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം CAയുടെ വീഡിയോസ് ചെയ്യണമെന്ന് കരുതിയെങ്കിലും നമുക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 14 ഡേയ്സ് മാത്രമേ നമ്മുടെ CA ഇൻ്റർമീഡിയറ്റ് എക്സാംസിനുള്ളൂ. ജാനുവരി 2025 11th സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 14 ഡേയ്സ് മാത്രമേ റിമൈനിങ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ സ്റ്റക്കാണ്, കാരണം തിയറി സബ്ജക്ട്സ് പാടായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് എന്ന രീതിക്കാണ് ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും ഈ വരുന്ന എക്സാംസ് എഴുതുന്നുണ്ട്, ബോത്ത് ഗ്രൂപ്പാണ്. അപ്പോൾ ബോത്ത് ഗ്രൂപ്പും സിംഗിൾ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് എഴുതുന്ന ഒത്തിരി പേരുണ്ടാവും. സോ എന്നെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു നോട്ടിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിയറി പൊതുവിൽ ഒരുപാട് പേര് പറയുന്നതാണ് തിയറി ഭയങ്കര ടഫാണ്, തിയറി ഓർത്തിരിക്കാൻ പാടാണ്. എന്നാൽ തിയറി ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഇൻക്ലൂഡിങ് മീ. ഞാനും തിയറി ഒത്തിരി പ്രയോറിറ്റി കൊടുക്കുന്ന ആളാണ്, എനിക്ക് തിയറി ഒത്തിരി ഇഷ്ടവുമാണ്. അപ്പോൾ എല്ലാ അറ്റംപ്റ്റിലും ഞാൻ മാക്സിമം ഫോക്കസ് കൊടുക്കുന്നതും തിയറിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നത് എൻ്റെ 4th അറ്റംപ്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാ ഫസ്റ്റ് 2 അറ്റംപ്റ്റ് സിംഗിൾ ഗ്രൂപ്പായിരുന്നു, അതിനുശേഷം ബോത്ത് ഗ്രൂപ്പ് എഴുതി നോക്കി ലാസ്റ്റ് അറ്റംപ്റ്റിൽ. ഇപ്പോൾ ഞാൻ വീണ്ടും ബോത്ത് ഗ്രൂപ്പാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തിയറിക്ക് തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, കമ്പാരിറ്റീവ്ലി തിയറിക്ക് തന്നെയാണ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് കുറച്ചും കൂടി അത് ഓർത്തിരിക്കാനും അത് പെട്ടെന്ന് അത് എനിക്ക് പെട്ടെന്ന് അത് എഴുതാൻ കഴിയുമായിരുന്നു, നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യാനൊക്കെ കഴിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോക്കസ് തിയറിക്കായിരുന്നു. സോ തിയറീനെ പറ്റി ഒരുപാട് പേര് അവരുടെ ആ ഒരു കൺസേൺസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയിട്ട് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വലിയ നീട്ടി വലിച്ചൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, ലെങ്തി ആക്കുന്നില്ല. ഇപ്പോൾ ടൈം നമുക്ക് അതിനനുസരിച്ച് കുറവാണ്. സോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളിത് നോക്കുക. ഞാനിതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഈ CA ഇൻ്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ, അതിൻ്റെ സിലബസിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ലോയും, 2 നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ഓഡിറ്റും, അതുപോലെ തന്നെ SM സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇത് 3ആണ് ശരിക്കും നമുക്ക് തിയറി എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിൽ നമുക്ക് AS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് തിയറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് തിയറി പ്ലസ് പ്രോബ്ലംസ് ആണ്. കാരണം നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് പ്രൊവിഷൻസ് ഒക്കെ കറക്റ്റ് അറിയണം, അതൊരു റിക്വയർമെൻ്റ് ആണ്. എങ്കിൽ പോലും മെയിനായിട്ട് തിയറി സബ്ജക്ട്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസറേ ഉള്ളൂ, അത് ലോയും ഓഡിറ്റും SM ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഓഡിറ്റ് പഠിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ആണ് ഞാനിത് ശരിക്കും ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ അറ്റംപ്റ്റിൽ കമ്പാരിറ്റീവ്ലി ഓഡിറ്റിന് മാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. ഈ അറ്റംപ്റ്റിലും ഞാൻ അത് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഓഡിറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്നാണ് നമ്മുടെ പേപ്പർ, അല്ലേ? നമ്മുടെ പേപ്പർ 5ൻ്റെ പേര് ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്നാണ്. അപ്പോൾ ആ ഒരു പേപ്പറിനെ സംബന്ധിച്ച് അതിൽ 11 ചാപ്റ്റേഴ്സാണ് ടോട്ടലായിട്ട് വരുന്നത്. അതിൽ 10 ചാപ്റ്റേഴ്സും ഓഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളും, ഒരു ചാപ്റ്റർ നമ്മുടെ എത്തിക്സുമാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാനത് പഠിച്ചതെന്നുള്ളത് പറയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ 11 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും 11ഉം കംപ്ലീറ്റ് ചെയ്തിട്ട് പോവുക കുറച്ച് റിസ്ക്കിയാണ്. കാരണം തലേ ദിവസം ഇരുന്ന് നമുക്ക് 11 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തെടുക്കുന്നതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മെജോറിറ്റി ഒരു 7 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 8 ചാപ്റ്റേഴ്സ് മാത്രമേ ഞാൻ നോക്കിയിട്ട് പോകാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ 7 ചാപ്റ്റേഴ്സാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ചെറിയ 7 ചാപ്റ്റേഴ്സാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ലാസ്റ്റ് അറ്റംപ്റ്റിൽ 52 മാർക്ക് ഉണ്ടായിരുന്നു ഓഡിറ്റിങ്ങിൽ. അതിന് തൊട്ട് മുന്നേ എഴുതിയ 2 അറ്റംപ്റ്റിലും എനിക്ക് തോന്നുന്നു ഒരു അറ്റംപ്റ്റിൽ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പാണ് എഴുതിയത്. അന്ന് എനിക്ക് 41 മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു 52 മാർക്ക് ഈ അറ്റംപ്റ്റിൽ സ്കോർ ചെയ്യാൻ പറ്റിയത് ഞാൻ ഇതിനടുത്തൊരു സ്ട്രാറ്റജിയുടെ ഡിഫറൻസ് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ അറ്റംപ്റ്റിൽ അങ്ങനെ ഒരു മാർക്ക് എനിക്ക് വന്നത്. അപ്പോൾ അത് തന്നെ ഞാൻ 7 ചാപ്റ്റേഴ്സ്, അതും ചെറിയ 7 ചാപ്റ്റേഴ്സ്, സ്മോൾ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഒരു 7 എണ്ണം നോക്കിയിട്ട് മാത്രമാണ് അന്ന് പോയിട്ടുണ്ടായിരുന്നത്. നോക്കിയ ചാപ്റ്റേഴ്സ് അത്യാവശ്യം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും പറ്റി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തിയറി പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാനൊരു ചാപ്റ്റർ, നമ്മൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ടയേർഡാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് എന്ന് പറയാൻ പറ്റില്ല, നോട്ട്സ് ഞാൻ ഉണ്ടാക്കും. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നില്ല, നോട്ട്സ് ഉണ്ടാക്കാറുണ്ട്. കാരണം ടെക്സ്റ്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വാസ്റ്റായിട്ട് കിടപ്പുണ്ട്. അതിൽ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സെലക്റ്റീവായിട്ട് എടുത്തിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ 2 ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഞാൻ അന്ന് 7 ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 7
ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ പക്ക ക്രിയേറ്റ് ചെയ്തു. അന്ന് എനിക്ക് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 5 ചാപ്റ്റർ ഒരു നോട്ട്ബുക്ക് എടുത്തു, 5 ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ സെൽഫ് പ്രിപ്പയർ ചെയ്തു. വൃത്തിക്ക് തന്നെ എഴുതി. സമയമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇനിയിപ്പോൾ ഇൻ കേസ് ഈ അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഫർദർ യൂസ് ചെയ്യണം എന്നുള്ള ബേസിൽ തന്നെ ഞാൻ അന്ന് നോട്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ 5 ചാപ്റ്റേഴ്സിന് ഞാൻ നോട്ട് അന്ന് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് 2 എണ്ണം ഞാൻ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തിട്ടു. എന്നിട്ട് ആ ടോട്ടൽ 7 ചാപ്റ്റേഴ്സാണ് പഠിച്ചിട്ട് പോയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിസൾട്ട് വന്നു ഫെയിലാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, 2 ചാപ്റ്റേഴ്സ് വീണ്ടും ഞാൻ എഴുതി, അഡീഷണൽ 2 ചാപ്റ്റർ. അങ്ങനെ ടോട്ടൽ എൻ്റെ കയ്യിൽ 7 ചാപ്റ്റേഴ്സിൻ്റെ നോട്ടായി. ഇനി 4 ചാപ്റ്റേഴ്സ് ഞാൻ 2 ചാപ്റ്റർ എഴുതി. ഇനി 2 ചാപ്റ്ററും കൂടി എഴുതി കഴിഞ്ഞാൽ 11 ചാപ്റ്റേഴ്സിൻ്റെ നോട്ടാവും. ഐ തിങ്ക് മറ്റേ നമ്മുടെ റിസ്കില്ലേ ആ ചാപ്റ്ററും അതുപോലെ തന്നെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന ആ ഒരു ചാപ്റ്ററും പിന്നെ അതുപോലെ തന്നെ വേറൊരു കുഞ്ഞു ചാപ്റ്ററും കൂടി ഐ തിങ്ക് ഒരു ഡോക്യുമെൻറ്റേഷൻ ആ ഒരു 2 ചാപ്റ്ററും കൂടി ആയിക്കഴിഞ്ഞാൽ നോട്ട് കഴിയും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ശരിക്കും പഠിക്കുന്നത്. ഞാൻ അതായത് പഠിക്കുന്ന സമയത്ത് ഞാൻ ടെക്സ്റ്റ് വെച്ചിട്ട് ടെക്സ്റ്റിൽ ആ ഒരു ഏരിയാസ് എനിക്ക് ഏതൊക്കെയാണോ അത് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പ്രൊവിഷൻ ഫുള്ള് പഠിച്ചതിന് ശേഷം ഞാൻ നോട്ട് എടുത്തിട്ട് നോട്ടിൽ ഞാൻ എഴുതുമായിരുന്നു. കളർ പിന്നെ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന് റെഡും ബ്ലൂവും ഗ്രീനും പിന്നെ അതുപോലെ പിങ്കും ബ്ലാക്കും ഒക്കെ മിക്സ് ചെയ്തിട്ട് അതുപോലെ ഹൈലൈറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ കയ്യിൽ നോട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ നോട്ടാണ് പഠിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ഫുള്ളായിട്ട് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ 2 നോട്ട്ബുക്ക് വാങ്ങി, രണ്ടും സെയിം സൈസിലുള്ള സെയിം പേജസ് ഉള്ള നോട്ട്ബുക്ക് വാങ്ങി. 240 പേജസ് ആണ് വരുന്നത്. അപ്പോൾ ആ 240 പേജിൻ്റെ ഒരു ബുക്ക് വാങ്ങി ഞാൻ ആ ബുക്കിലാണ് ആദ്യം ഞാൻ എഴുതിയത് ആ ഒരു 5 ചാപ്റ്റർ. അതിന് ശേഷമാണ് ഞാൻ വീണ്ടും എന്ത് ചെയ്തത്, ഈ റിസൾട്ട് വന്ന് ഫെയിലായി എന്ന് കണ്ടപ്പോഴാണ് വീണ്ടും ചാപ്റ്റേഴ്സ് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അടുത്തൊരു ബുക്ക് എടുത്തു. ആ ബുക്ക് കംപ്ലീറ്റ് ഒന്നും ആയില്ല. അതിൻ്റെ ഒരു 25% മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ നമുക്കൊരു 100 പേജസ് കൂട്ടാം. എങ്ങനെയായാലും ഒരു 340 പേജസ് മാത്രമേ ഉള്ളൂ ഈ നോട്ട്. അപ്പോൾ ഇത്രയും നമ്മൾ പക്ക പഠിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എക്സാം, ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല 11 ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് എക്സാമിന് പോയാലേ പറ്റൂ. കാരണം നമുക്ക് സെലക്ഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എല്ലാം അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂഷനാണ്. സോ ഞാൻ മിക്കപ്പോഴും പറയുന്നത് ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി 10 പഠിക്കണം. ആ രീതിക്കാണ് ഞാൻ നോക്കുന്നത്, നിലവിൽ നോക്കുന്നത്. മുമ്പ് ഞാൻ 7 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 10 ചാപ്റ്റേഴ്സ് പഠിക്കുക എന്നുള്ളൊരു ഫോക്കസ്. കാരണം എനിക്ക് ആ ഒരു ചാപ്റ്റർ 4 റിസ്ക് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ ആ ഒരു ചാപ്റ്റർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും എനിക്കത് നല്ല ബുദ്ധിമുട്ടാണ്. റിസ്ക് അസസ്മെൻറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന ചാപ്റ്റർ എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അത് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് വരാറില്ല. പോയിൻറ്റ്സൊക്കെ മാറിപ്പോവും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ യൂഷ്വലി ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാറുണ്ട്. എന്നിട്ട് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നോക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ നോക്കണം എന്നാണ് എൻ്റെ പ്ലാനിങ്. ആ 10 ചാപ്റ്റേഴ്സ് നോക്കുക. പിന്നെ ഈ 10 ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലസ് റിസ്ക് അസസ്മെൻറ്റിൻ്റെ നോട്ട് ഞാൻ ഇനി വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാനപ്പോൾ എൻ്റെ നോട്ട് എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്നൊക്കെ കാണിക്കും. എൻ്റെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ് ഞാൻ പഠിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയ നോട്ടാണ്. വൃത്തിയില്ലാണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ നല്ല നീറ്റായിട്ടാണ് ഉണ്ടാക്കിയത്. കാരണം നമുക്കിപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫർദർ യൂസിന് ആവശ്യമുള്ള രീതിക്ക് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിവിടെ പറയാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് പറഞ്ഞു അത് ഇനി എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ടൈം അതായത് ഒരു 14 ഡേയ്സ് കൊണ്ട് നോട്ടൊക്കെ എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ അറ്റംപ്റ്റിലാണ് ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാനൊരു 1 മന്ത് മുന്നേ തുടങ്ങിയ കാര്യമാണ്. 1 മന്ത് കൊണ്ട് ചെയ്തെടുത്തൊരു കാര്യമാണ്. ഒരു 1 മന്ത് കൊണ്ട് എനിക്ക് 5 ചാപ്റ്റർ എഴുതാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ 14 ഡേയ്സ് കൊണ്ട് ഈ 10 ചാപ്റ്റേഴ്സ് 11 ചാപ്റ്റർ എഴുതുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ നോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഞാൻ ഈ നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ നീറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന ലാംഗ്വേജ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഞാൻ FS എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സിന് ROMM എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും റിട്ടൺ റെപ്രസെൻറ്റേഷന് WR എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1-2 ഷോർട്ട് ഫോംസ് 3-4 ഷോർട്ട് ഫോംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ബാക്കിയെല്ലാം ഞാൻ കറക്റ്റ് അതേപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നതും. പോയിൻറ്റ് വൈസ് എഴുതിയിട്ടുണ്ട്, പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ രീതിക്ക് തന്നെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്താ ഇവിടെ പറയാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ നോട്ട് ആവശ്യമുള്ള ഒത്തിരി പേരുണ്ടാവും. കാരണം ഒരുപാട് ഫാക്കൽറ്റീസിൻ്റെ നോട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. ഞാനും ഓൾസോ ഒരു ഫാക്കൽറ്റിയുടെ നോട്ട് തന്നെയാണ് മുമ്പ് പഠിച്ചിട്ടിരുന്നത്, സിലബസ് മാറുന്നതിന് മുന്നേ പഠിച്ചിട്ടിരുന്നത്. പക്ഷേ പിന്നെ അതിന് ശേഷം ഞാൻ എനിക്കിത് കുറച്ചും കൂടി യൂസ്ഫുൾ ആണെന്ന് തോന്നിയപ്പോൾ സെൽഫായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയാൽ മതി, എന്തിനാണ് ടൈം കളയുന്നത്. പക്ഷേ എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. എൻ്റെ റിസൾട്ടിലും എനിക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ആ ഒരു റിസൾട്ട് ഉള്ളത്
അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. മേ ബി ഞാൻ ഈ അറ്റംപ്റ്റിൽ കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ചാൽ എനിക്ക് അത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. എനിവേ, ഞാൻ എങ്ങനെയാണ് ഞാൻ ആ നോട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു രീതി, ആ ഒരു പാറ്റേൺ, അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നോട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ ഇവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് സെപ്പറേറ്റ് PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഇരുന്ന് പിക്ക് എടുത്ത് അയക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം 1-2 പേര് എന്നോട് ചോദിച്ചു, ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഒരു ഫ്രണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ചെയ്തു തരുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഒരു ബുക്ക് മൊത്തം ഇതെടുക്കുക, PDF ആക്കുക എന്ന് പറയുന്നത്, ക്രോപ്പ് ചെയ്യുക, PDF ആക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഫ്രണ്ടാണ്, കാരണം എനിക്കും പഠിക്കാനുള്ളത് കൊണ്ട് ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് പറഞ്ഞപ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു നോട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം ഇതിനകത്ത് ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല, ഒരു പോയിൻ്റ് പോലും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള എല്ലാ പോയിൻറ്റും ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട്. ഞാനായിട്ടൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. ടെക്സ്റ്റിലുള്ളതൊക്കെ അതേമാതിരി തന്നെ മാക്സിമം എടുത്തിട്ടുണ്ട്. പിന്നെ ഇമേജ് ആയിട്ടൊക്കെ കാണിക്കാൻ പറ്റും, അതായത് ഇപ്പോൾ ഡയഗ്രാംസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നതൊക്കെ ഡയഗ്രാമായിട്ട് തന്നെ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് യൂസ്ഫുള്ളാണ് കുറച്ചുകൂടി പഠിക്കാനും. എങ്കിലും ചിലർക്ക് അവരുടെ തന്നെ ഓൺ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് നോക്കുക, ഈ ഒരു നോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നമ്പർ തരാം. ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ PDF ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് സെപ്പറേറ്റ് വൈസ് തന്നെ നിങ്ങൾക്ക് ഞാനത് അയച്ചു തരാം. അപ്പോൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളേക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ നോട്ടെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അതായത് ഇതിൽ ഞാനിങ്ങനെ പോയിൻറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പോയിൻറ്റ്സൊക്കെ കൊടുത്ത് എസ്സേ ഒക്കെ കറക്റ്റ് എല്ലാ എസ്സേസും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡയഗ്രാംസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു രീതിക്ക് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇത് ചാപ്റ്റർ 2 ആണ്. ശരിക്കും ഇപ്പോൾ ഞാൻ കാണിച്ചത് ചാപ്റ്റർ 2 ആണ്. ഒരുപാടുണ്ട്, അപ്പോൾ എല്ലാം കൂടി പിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് റാൻഡമായിട്ട് കുറച്ച് പിക്ക് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിറ്റ് പ്രൊസീജിയർ ഉണ്ടല്ലോ, ഓരോ കാര്യം, ഫിക്സഡ് അസറ്റ്സ്, ലോൺസ്, ബോറോയിങ്സ്, അതുപോലെ റിസർവ് സർപ്ലസ്, ഷെയർ ക്യാപിറ്റൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെയുള്ള കാര്യമാണ് ഇതിപ്പോൾ ഇൻവെൻട്രി, അതൊക്കെയാണ് അതിൻ്റെ നോട്ടാണ് ശരിക്കും ഇത്. അതും ഇങ്ങനെ പോയിൻ്റ് വൈസ് തന്നെ കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഞാനൊരു വീഡിയോ റാൻഡായിട്ട് എടുത്താണ്, കാരണം ഫുള്ളായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നോട്ട് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിത് യൂസ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ ആ രീതിക്ക്, എനിക്കും അത് പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെല്ലാവരും ആ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ആവുന്ന രീതിക്ക് തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഞാനിതെങ്ങനെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ എക്സാമിന് പോയ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എനിക്കറിയില്ല, അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാൾ ഇങ്ങനെ എൻ്റെ നോട്ട് കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താണ് ഈ നോട്ട് എനിക്ക് എന്തെങ്കിലും PDF ആയിട്ട് അയക്കാവോ, പ്രിൻ്റ് എടുക്കാൻ തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പരസ്പരം അറിയില്ല, നമ്മൾ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്പർ തന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ അയച്ചു തരാമെന്ന്. പിന്നെ പക്ഷേ പുള്ളിക്കാരത്തിൻ്റെ കോൺടാക്റ്റൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരിക്കലും ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഇങ്ങനെ എന്താണ് വേറൊരു ക്ലാസ് പർച്ചേസ് ചെയ്തു, അങ്ങനെ അതിൽ നിന്ന് നോട്ട് കിട്ടി, അങ്ങനെ അതാ പിന്നെ ചോദിക്കാതെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ യൂസ് ആവുന്ന ഒത്തിരി പേര്, കാരണം അന്ന് കുട്ടിക്ക് കണ്ടപ്പോൾ ഇത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി, പഠിക്കാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാണ് ചോദിച്ചത്. പിന്നെ പുള്ളിക്കാരത്തിക്ക് ക്ലാരിഫിക്കേഷൻ കുറച്ചും കൂടി വേണം കൺസെപ്റ്റിനെ പറ്റി, അത് സെൽഫ് പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ക്ലാസ് പർച്ചേസ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ നിങ്ങളിപ്പോൾ സെൽഫ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നോട്ടിന് വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളെനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് ഡൗട്ട് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെമോ ആയിട്ട് ഒരു ചാപ്റ്ററിൻ്റെ നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഐഡിയ കിട്ടും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് പിന്നെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് നോട്ടെന്ന് പറയുന്നത്. ഞാനത് റാൻഡായിട്ട് കുറച്ച് പിക്ക് എടുത്തിട്ട് ഇവിടെ ഷെയർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എക്സാം ആവാറായി. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള തിരക്കിലായിരിക്കും, നമുക്ക് എല്ലാവർക്കും പഠിക്കണം എന്നുണ്ടാവും. അപ്പോൾ 14 ഡേയ്സ് ഉണ്ട്. 14 ഡേയ്സ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അത്യാവശ്യം ടൈം കൊടുക്കുകയാണെങ്കിൽ ഓഡിറ്റിൻ്റെ 10 ചാപ്റ്റേഴ്സ് പക്ക ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ചാപ്റ്റർ ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയുന്നതല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ്. 11 ചാപ്റ്റേഴ്സും ഈ 14 ഡേയ്സിൽ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ നോട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. എൻ്റെ നമ്പർ എന്ന് പറയുന്നത്
എൻ്റെ നമ്പർ ഇതാണ്, ഞാൻ ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാനത് ടൈമിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് അയച്ചു തരാം. എത്രയും വേഗം തന്നെ അയച്ചു തരാം, കാരണം നമുക്ക് ഇനി ടൈം കളയാൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം നമുക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാം. എന്തായാലും ഇത് ഇപ്പോൾ ഞാൻ എന്താണ് നീറ്റായിട്ടാണ് എഴുതിയേക്കുന്നത്. എല്ലാ കളേഴ്സും അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി യൂസ്ഫുൾ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെമോ ആയിട്ടൊരു ആ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും നോട്ട് സെർച്ച് ചെയ്യുന്നവർക്ക് ഇതെന്തായാലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സും ഞാനിപ്പോൾ 9 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ചാപ്റ്റർ, അതായത് റിസ്ക് അസസ്മെൻറ്റ്, ഇൻറ്റേർണൽ കൺട്രോളും അതുപോലെ തന്നെ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാനുള്ളൂ. ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു ചെറിയൊരു ഇതാണ്, അത് പെട്ടെന്ന് കഴിയും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇനി ഫർദറായിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇനി എങ്ങനെ ടോപ്പിക്സ് സെലക്ട് ചെയ്യണം, എങ്ങനെ പഠിക്കണം, ആ ഒരു വീഡിയോ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങളുടെ ആവശ്യമുള്ള ഫ്രണ്ട്സ് പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കത് യൂസ്ഫുൾ ആകുമ്പോൾ അവർക്ക് വീണ്ടും അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം നോട്ട്സ് വേണം എന്നുള്ള എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, നമുക്ക് ആ നോട്ട്സ് വയ്ക്കാം, പഠിക്കാം. അപ്പോൾ എല്ലാവരും ഈ അറ്റംപ്റ്റിൽ പാസ്സാവട്ടെ എന്ന് കരുതുന്നു. ഓൾ ദി ബെസ്റ്റ്.